11 നമ്പർ ഭേദഗതിയെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, ഭേദഗതി സഭ തള്ളിയിരിക്കുന്നു. ശ്രീ ചന്ദ്രമോഹൻ ചാറ്റർജി. സർ, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റിനാണ് പരമാധികാരം. ഏതാനും ചില വ്യക്തികളുടെ സമരത്തിനും വിലപേശലിനും വഴങ്ങി പാർലമെന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും പരമാധികാരം ലോക്പാൽ എന്ന സമാന്തര സർക്കാരിന് അടിയറ വച്ചാൽ അത് ഭസ്മാസുരന് വരം കൊടുത്തതുപോലെയാകും. അതിനാൽ പാർലമെന്റ് 2-ാം വകുപ്പ് 4 ഉപവകുപ്പിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ഒഴിവാക്കി പാർലമെന്റിന്റെ പരമാധികാരം ഉറപ്പാക്കണം എന്ന ഭേദഗതി ഞാൻ അവതരിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട നിയമവകുപ്പ് മന്ത്രി. സർ, ശ്രീ ചന്ദ്രമോഹൻ ചാറ്റർജിയുടെ വികാരം ഞാൻ മാനിക്കുന്നു. എന്നാൽ ഈ ഭേദഗതി അംഗീകരിക്കാൻ നിർവാഹമില്ല. കാരണം ലോക്പാൽ കമ്മിറ്റി പാർലമെന്റിന്റെ അധികാര പരിധിക്കുള്ളിലായിരിക്കും. പ്രധാനമന്ത്രി ഓഫീസ് ചില വ്യവസ്ഥകൾക്ക് വിധേയമായി, അതായത് പ്രധാനമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായാൽ ലോക്പാലിന്റെ ഫുൾ ബെഞ്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് റഫറൻസ് നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയെ ഒരു ഫുൾ ബെഞ്ച് രൂപീകരിച്ച് ആ പരാതിയെ പറ്റി തെളിവുകൾ സഹിതം അന്വേഷണം പരിശോധിക്കുകയും അന്വേഷണം ആവശ്യമാണെന്ന നിഗമനത്തിൽ എത്തുകയും ചെയ്യാതെ പ്രധാനമന്ത്രിക്കെതിരെ ഒരു അന്വേഷണം നടത്താൻ പാടില്ല. കൂടാതെ രാജ്യസുരക്ഷ ബാധിക്കുന്ന കാര്യങ്ങളിൽ ലോക്പാലിന് ഒരധികാരവും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അംഗത്തിന്റെ ഉത്കണ്ഠ അപ്രസക്തമാണ്. ബഹുമാനപ്പെട്ട അംഗം ഈ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സർ, ഞാൻ ഈ ഭേദഗതി പ്രസ് ചെയ്യുന്നില്ല. ബഹുമാനപ്പെട്ട മെമ്പർ ഭേദഗതി പ്രസ് ചെയ്യാത്തതിനാൽ സഭയുടെ അനുമതിയോടുകൂടി ഭേദഗതി തള്ളിയിരിക്കുന്നു. 3-4 വകുപ്പുകൾക്ക് ഭേദഗതിയില്ല. ഇനി 3-4 വകുപ്പുകൾ ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന വിഷയത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, 3-4 വകുപ്പുകൾ ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 5 മുതൽ 32 വരെയുള്ള വകുപ്പുകൾക്ക് ഭേദഗതിയില്ല. ഇനി 5 മുതൽ 32 വരെയുള്ള വകുപ്പുകൾ ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന വിഷയത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, 5 മുതൽ 32 വരെയുള്ള വകുപ്പുകൾ ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 1-ാം വകുപ്പിനും പീഡികയ്ക്കും പേരിലും ഭേദഗതിയില്ല. ഇനി 1-ാം വകുപ്പും പീഡികയും പേരും ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന വിഷയത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, 1-ാം വകുപ്പും പീഡികയും പേരും ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. നിയമവകുപ്പ് മന്ത്രിക്ക് 2011 ദേശീയ അഴിമതി വിരുദ്ധ ലോക്പാൽ ബിൽ പാസ്സാക്കണമെന്ന പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. സർ, 2011 ദേശീയ അഴിമതി വിരുദ്ധ ലോക്പാൽ ബിൽ പാസ്സാക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. സർ, ഞാൻ ഈ പ്രമേയത്തെ പിന്താങ്ങുന്നു. രാജ്യത്തെ അഴിമതി തുടച്ചു നീക്കണമെന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യമാണ്. രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ച് അഴിമതിയും സ്വജന പക്ഷപാതവും വെച്ചു പുലർത്തുന്ന ഭരണകർത്താക്കളെയും ഉദ്യോഗസ്ഥരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഈ നിയമത്തിന് കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ നിയമം മാത്രം പോരാ, അത് നടപ്പിലാക്കാനുള്ള സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് കൂടുതൽ ആവശ്യം. ഇത് ഭാരതത്തിലെ പ്രമുഖ നഗരങ്ങളിൽ ഒന്നായ മുംബൈയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ധാരാവി എന്ന ചേരിയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. കിടക്കാൻ തകരപ്പാട്ടുകൾ കൊണ്ട് നിർമ്മിച്ച വീടുകളും കടുത്ത ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും നിരന്തരം വേട്ടയാടുന്ന ധാരാവി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചേരിയാണ്. അതേസമയം തന്നെ ജനങ്ങളെ ചൂഷണം ചെയ്ത് ചില ഉന്നതന്മാർ സമൂഹത്തിൽ വാഴുന്നു. ഇത്തരത്തിൽ ഭാരതത്തിൽ നിന്നും സ്വിസ് ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന 65 ലക്ഷത്തിലധികം കോടി രൂപ തിരിച്ചുപിടിച്ച് രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും രാഷ്ട്രത്തിന്റെ വികസനത്തിനും വേണ്ടി ഉപയോഗിക്കുവാൻ
നടത്തുവാൻ ഈ സർക്കാരിന് സാമർഥ്യമുണ്ടോ? എന്തായാലും അഴിമതി കുറെയെങ്കിലും തുടച്ചു നീക്കാൻ ഈ സർക്കാർ തയ്യാറായാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. സർ, ഈ രാജ്യത്തിന് സുസ്ഥിരമായ പുരോഗതിയും ഐശ്വര്യപൂർണമായ ഭാവിയും കൈവരുത്തുക എന്നത് എന്റെ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. രാജ്യത്തിന്റെ സ്ഥിരതയ്ക്ക് തന്നെ വലിയ ഭീഷണി ഉയർത്തുന്ന അഴിമതി എന്ന അർബുദത്തെ ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കുമെന്നത് എന്റെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. ഈ അവസരത്തിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ലോക്പാൽ ബില്ലിലൂടെ ഈ ലക്ഷ്യത്തിലേക്ക് ഒരു പടി കൂടി എന്റെ സർക്കാർ അടുത്തിരിക്കുന്നു. രാജ്യത്തിലെ ഭരണ സംവിധാനത്തിൽ നിന്നും ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും അഴിമതി പൂർണ്ണമായും തുടച്ചു നീക്കുവാൻ പരിശ്രമിക്കുമെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഞാൻ ഉറപ്പു നൽകുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ പോലും ചില വ്യവസ്ഥകൾക്ക് വിധേയമായി ഈ ബില്ലിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, വൻകിട കമ്പനികളും കോർപ്പറേറ്റ് ഏജൻസികളും പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിക്കുന്ന എല്ലാവരെയും ഈ ബില്ലിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സമസ്ത മേഖലകളെയും അഴിമതി വിമുക്തമാക്കി സംശുദ്ധമായ ഒരു ഭരണത്തിലൂടെ ഈ രാജ്യത്തെ പൊതുജനങ്ങളുടെ നന്മയും പുരോഗതിയും ഉറപ്പുവരുത്തുവാനാണ് എന്റെ സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. സർ, അഴിമതി വിരുദ്ധ സംശുദ്ധ ഭരണമാണ് ഞങ്ങളുടെ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. രാഷ്ട്രീയത്തിലും പൊതുപ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അഴിമതി വിമുക്തമാക്കി ഭാരതത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും സമഗ്ര പുരോഗതിയും ഐശ്വര്യവും ലക്ഷ്യം വെക്കുന്നതാണ് ഈ ബിൽ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങൾ ജനങ്ങൾക്ക് പൂർണ്ണമായും ലഭ്യമാകുന്ന തരത്തിൽ രാഷ്ട്ര സേവനം നടത്തുവാൻ പൊതുപ്രവർത്തകർക്കും ഔദ്യോഗിക രംഗത്തുള്ള എല്ലാവർക്കും കടമയുണ്ട്. ഈ ഉത്തരവാദിത്വം നിറവേറ്റാതെ ഔദ്യോഗിക പദവി സാമ്പത്തിക നേട്ടത്തിനോ സ്വജനപക്ഷപാതത്തിനോ വേണ്ടി ദുരുപയോഗം ചെയ്താൽ നിയമപരമായി അവരെ ശിക്ഷിക്കാനും ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് നീക്കുവാനും വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ ബിൽ. പ്രധാനമന്ത്രി, മന്ത്രിമാർ, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, സർക്കാരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ഫണ്ട് സ്വീകരിക്കുന്ന സംഘടനകൾ, ഭാരവാഹികൾ തുടങ്ങിയവരാണ് ഈ ബില്ലിന്റെ പരിധിയിൽ വരുന്നത്. പ്രത്യേകമായ ഇൻവെസ്റ്റിഗേഷൻ, പ്രോസിക്യൂഷൻ വിഭാഗങ്ങളോട് കൂടിയായിരിക്കും ലോക്പാൽ കമ്മിറ്റി നിലവിൽ വരുന്നത്. ഈ ബിൽ പ്രാബല്യത്തിലാകുന്നതോടുകൂടി ഭാരതത്തിന്റെ രാഷ്ട്രീയ ഔദ്യോഗിക മേഖലയിൽ നിന്ന് അഴിമതി ഏതാണ്ട് പൂർണ്ണമായി തുടച്ചു നീക്കാനാകുമെന്ന് ഞങ്ങളുടെ സർക്കാർ പ്രതീക്ഷിക്കുന്നു. ജനനന്മ മാത്രം ലക്ഷ്യം വെക്കുന്ന ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെ പിന്തുണയും സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഈ ബിൽ ഐക്യകണ്ഠേന പാസാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 2015 ദേശീയ അഴിമതി വിരുദ്ധ ലോക്പാൽ ബിൽ പാസാക്കണമെന്ന പ്രമേയത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ? പ്രമേയം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ ഐക്യകണ്ഠേന പാസാക്കിയിരിക്കുന്നു. ശീതകാല സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. ഏറ്റവും മത്സരനിധികളായ വിദ്യാർത്ഥികളെ, വളരെയേറെ പ്രതീക്ഷയോടെയും വളരെയേറെ സന്തോഷത്തോടെയും ഒരു പാർലമെന്റ് സമ്മേളനം ഇവിടെ നടത്തുവാൻ വേണ്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നാം പരിശീലനം ആരംഭിച്ചിരുന്നു. വളരെയേറെ മനോഹരമായി ഇത് അവതരിപ്പിക്കുവാൻ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമാണ്. എൻ്റെ മുൻപിലിരിക്കുന്ന മുഴുവൻ പാർലമെന്റ് അംഗങ്ങളെയും ഈ സ്കൂളിലെ മുഴുവൻ അധ്യാപകരുടെയും പ്രിൻസിപ്പലിന്റെയും എൻ്റെ വ്യക്തിപരമായ പേരിലും അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രയത്നിച്ച പലരുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ സണ്ണിച്ചൻ സാറായിരുന്നു. എന്ത് പറഞ്ഞാലും അദ്ദേഹം ആരംഭം മുതൽ തന്നെ ഇതിനു വേണ്ടി ഒത്തിരിയേറെ അധ്വാനിച്ച ഒരു അധ്യാപകനായിരുന്നു. പക്ഷേ ഇന്ന് ഈ നിമിഷത്തിൽ നമ്മോടൊപ്പം എത്തിച്ചേരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം രാവിലെ അദ്ദേഹം ഒന്ന് വീണു.
ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. എന്നിരുന്നാലും ബഹുമാനപ്പെട്ട പോളച്ചന്റെ നേതൃത്വത്തിൽ ഇന്നിത് ഭംഗിയായി അവതരിപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പോളച്ചന്റെയും സോജൻ സാറിന്റെയും ഒക്കെ ഇന്നത്തെ പരിശ്രമം ഇത് വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞു. അച്ഛനും അതുപോലെ തന്നെ സോജൻ സാറിനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ അഭിനന്ദനങ്ങളും അതോടൊപ്പം നന്ദിയും നേരുകയാണ്. ഇന്ന് വിധികർത്താക്കളായി ഇവിടെ എത്തിയ 2 അധ്യാപകർക്ക് ഇവിടുത്തെ മുഴുവൻ പേരുടെയും പേരിൽ, പ്രത്യേകിച്ച് പാർലമെന്റ് അംഗങ്ങളുടെ പേരിലും അതിനേക്കാൾ ഉപരി സ്കൂളിന്റെ പ്രിൻസിപ്പലിന്റെയും എന്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി വിജയത്തിലെത്തിക്കാൻ സഹായിച്ച എല്ലാവർക്കും, ഇവിടുത്തെ മുഴുവൻ അധ്യാപകർക്കും അതുപോലെ ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.